അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ ഭൂകമ്പം. പങ്കെടുക്കാൻ പാടില്ലെന്ന് ചിലര്, പങ്കെടുക്കണമെന്ന് ചിലര്. കെ മുരളീധരൻ പറയുന്നു കേരള ഘടകത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. സുധാകരൻ പറയുന്നു കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ. ആർക്കും ഒരു നിശ്ചയവും ഇല്ല. എന്തൊരു കോലാഹലം! കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലും അഭിപ്രായ വ്യത്യാസമാണ്. മമതാ ബാനർജിയും നിതീഷ് കുമാറും ഒക്കെ ബഹിഷ്കരിക്കുക, വേറെ ചിലർ പങ്കെടുക്കുന്നു. എന്താ കഥ? വെളിവും വെള്ളിയാഴ്ചയുടെ ഒരെണ്ണം പോലും ആ കൂട്ടത്തിലില്ലേ? അതെന്താണെന്നോ? അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് BJP-യുടെ അമ്പലമാണോ? അല്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അമ്പലമാണോ? അല്ല. പിന്നെയോ ഹൈന്ദവ ക്ഷേത്രം. ഹിന്ദു മതവിശ്വാസികൾക്ക് പങ്കെടുക്കാം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നിടത്തോളം ഒരു മതേതര പാർട്ടിയാണ്. അതിൽ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ഇസ്ലാം മതവിശ്വാസികളുണ്ട്, ഒരു വിശ്വാസവും ഇല്ലാത്തവരുമുണ്ട്, നിരീശ്വരവാദികളുമുണ്ട്. ആയിക്കോട്ടെ, ഹൈന്ദവ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഹിന്ദു മതവിശ്വാസികൾക്ക് പോവാം. അതും കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമൊന്നുമില്ല, ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ലേ പറയേണ്ടത്? ഇത്ര കോലാഹലം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു, കാരണം അദ്ദേഹം ഒരു ഹിന്ദുവാണ്. ഹൈന്ദവ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, ഹിന്ദുവായ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. അത്രേ ഉള്ളൂ. ആസ് ഈസി ആസ് ദാറ്റ്. ഇതിന്റെ എല്ലാം ഭാരം കോൺഗ്രസ് പാർട്ടി ചുമക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു ഉദാഹരണം എടുക്കുക. ശബരിമലയിൽ ഈ വർഷം അഭൂതപൂർവമായ ജനത്തിരക്ക്. പിണറായി ഗവൺമെന്റ് നേട്ടമാണോ? ആണെന്ന് പറഞ്ഞാൽ പലരും ജൂലെടുത്ത് അടിക്കും. ഒരിക്കലുമല്ല. അത് വിശ്വാസികളുടെ കാര്യമാണ്. അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇവിടുത്തെ BJP-ക്കോ കഴിയില്ല. അവിടെ ഭണ്ഡാരത്തിൽ പണം വിടരുതെന്ന് പറഞ്ഞവരാ BJP-ക്കാര്. പിന്നെ അവർക്കിങ്ങനെ ശബരിമലയെ പറ്റി സംസാരിക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെ അയോധ്യയിൽ അമ്പലം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അത് ഹിന്ദുമത വിശ്വാസികളുടെ മാത്രം കാര്യമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോലും അതൊരു പങ്കാളിത്തവുമില്ല. മതവും രാഷ്ട്രീയവും രണ്ടാണ്. രണ്ടും രണ്ടായി തന്നെ കാണണം. അതല്ലേ ശരി?